എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 37-38 വാക്യങ്ങൾ. യോഹന്നാൻ 7-ന്റെ 37-38 വാക്യങ്ങൾ. ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട്, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും എന്ന് വിളിച്ച് പറഞ്ഞു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. അനുഗ്രഹ ഉറവിലേക്ക് കർത്താവ് കൂടാരപ്പെരുന്നാളിൻ്റെ ഒടുക്കത്തെ നാളിൽ തന്നെ കേൾക്കുന്നവരെ ക്ഷണിക്കുന്ന ഭാഗമാണ്. ശിലോഹോം കുളത്തിൽ നിന്നും ഒരു സുവർണ കുംഭത്തിൽ വെള്ളം കോരിക്കൊണ്ടുവന്ന് യാഗപീഠത്തിൽ തളിക്കുന്ന ഒരു ചടങ്ങ് കൂടാരപ്പെരുന്നാളിൽ ഉണ്ടായിരുന്നു. ഒടുവിലത്തെ ദിവസം പുരോഹിതർ വെള്ളം നിറഞ്ഞ കുടവുമായി 7 പ്രാവശ്യം യാഗപീഠത്തെ വലം വെച്ച് ഹല്ലേൽ എന്ന സ്തോത്രഗീതം പാടിയാണ് ഈ ജലാർപ്പണം നടത്തിയിരുന്നത്. ജനങ്ങളെല്ലാം സന്തോഷപൂർവ്വം പങ്കെടുക്കുന്ന ഈ ചടങ്ങ് കണ്ടുകൊണ്ടാണ് തൻ്റെ അടുത്ത് വന്നുകൂടി കുടിക്കണം എന്ന് യേശു ആവശ്യപ്പെടുന്നത്. സാക്ഷാൽ ശിലോഹാം താനാണ് അയക്കപ്പെട്ടവൻ. തന്നിൽ നിന്ന് കുടിക്കുന്ന എല്ലാവർക്കും അനുഗ്രഹം വർദ്ധിതമാണ്. ഈ അനുഗ്രഹങ്ങളെക്കുറിച്ചുള്ള ഒരു ധ്യാനമാണ് യോഹന്നാൻ 7-ന്റെ 37 മുതൽ 44 വരെയുള്ള ഭാഗത്ത് നമ്മൾ കാണുന്നത്. യേശുവിൽ നിന്നും പ്രാപിക്കുന്ന അനുഗ്രഹം പുതിയ അനുഗ്രഹങ്ങളുടെ ഉത്ഭവമാണ്. തന്നിൽ നിന്നും മറ്റുള്ളവർ കുടിക്കണമെന്നതാണ് യേശുവിൻ്റെ ദാഹം. ജനങ്ങൾ തൻ്റെ അടുക്കൽ വന്ന് ജീവൻ പകരുന്ന ആത്മദാനത്തെ സ്വീകരിക്കാൻ യേശു ആവശ്യപ്പെടുന്നു. ഇതേ രൂപകം 4-ാം അധ്യായത്തിലും നമ്മൾ കാണുന്നുണ്ട്. സമരിയക്കാരി സ്ത്രീയോടും കർത്താവ് ഇങ്ങനെയാണ് പറയുന്നത്: തന്നിൽ നിന്ന് കുടിക്കുന്നവരുടെ ഉള്ളിൽ ജീവജല പ്രവാഹം ഉണ്ടാകും. യേശുവിൽ നിന്നും പകരപ്പെടുന്ന പരിശുദ്ധാത്മദാനം ഓരോ വിശ്വാസിയുടെയും ഉള്ളിൽ ഉറവ പൊട്ടുന്നതും ഒഴുകി പുറപ്പെടുന്നതുമായ നദി പോലെയായിരിക്കും. ഒരു വ്യക്തി സ്വതസിദ്ധമായി അനുഗ്രഹം ആകുകയല്ല, പിന്നെയോ ക്രിസ്തു പരിശുദ്ധാത്മാവിലൂടെ അങ്ങനെ ആക്കി തീർക്കുകയാണ്. ഓരോ വ്യക്തിയുടെയും ക്രിസ്തു സംസർഗമാണ് അവരെ അനുഗ്രഹ മുഖാന്തരങ്ങളാക്കുന്നത്. രണ്ടാമത്തെ ഒരു ചിന്ത, തേജസ്കരണമാണ് പരിശുദ്ധാത്മദാനത്തിൻ്റെ അടിസ്ഥാനം. യോഹന്നാന്റെ ദൈവശാസ്ത്രം അനുസരിച്ച് മഹത്വീകരണം എന്നത് യേശുക്രിസ്തുവിൻ്റെ മരണവും പുനരുത്ഥാനവുമാണ്. പരിശുദ്ധാത്മാവ് അന്നുവരെ വന്നിരുന്നില്ല എന്നതുകൊണ്ട് പരിശുദ്ധാത്മാവ് അന്നുവരെ ഭൂമിയിൽ ഇല്ലായിരുന്നു എന്ന അർത്ഥത്തിലല്ല ഉപയോഗിച്ചിരിക്കുന്നത്. പഴയ നിയമ പ്രവാചകർ പരിശുദ്ധാത്മാവിനാലാണ് പ്രചോദിതരായിരുന്നത്. യേശുവിൻ്റെ വളർച്ചയിലും പ്രവർത്തനങ്ങളിലും എല്ലാം പരിശുദ്ധാത്മാവുണ്ടായിരുന്നു. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ സാർവലൗകികമായ കവിഞ്ഞൊഴുക്ക് യേശുവിൻ്റെ ഉയർത്തപ്പെടലിന് ശേഷമാണ് ഉണ്ടാകുന്നത്. യേശുവിൻ്റെ രക്ഷാകരമായ പീഡാസഹനത്തിനും ക്രൂശ് മരണത്തിനും മുൻപ് പരിശുദ്ധാത്മാവിനെ ഒരു ശക്തിയായി അനുഭവിച്ചിരുന്നെങ്കിൽ, കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനും പെന്തക്കോസ്ത് സംഭവത്തിനും ശേഷം എപ്പോഴും കൂടെ ഇരിക്കുന്ന ഉദ്ധിതൻ്റെ സാന്നിധ്യമായി ആത്മാവിനെ അനുഭവിക്കാൻ കഴിയുന്നു. മൂന്നാമത് ഒരു ചിന്ത, യേശുവിൻ്റെ സാന്നിധ്യവും പ്രബോധനങ്ങളും ജനങ്ങളുടെ ഇടയിൽ ഭിന്നതകൾ ഉണ്ടാക്കി എന്നത് വിരോധാഭാസമായി തോന്നുന്നു.
ചിലർ ചിന്തിച്ചത് ആവർത്തന പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ മോശ മുൻകൂട്ടി പറഞ്ഞ പ്രവാചകനാണ് യേശു എന്നതാണ്. മറ്റു ചിലർ യേശു ദൈവാഭിഷിക്തനായ ക്രിസ്തു ആണെന്ന് വിശ്വസിക്കാൻ ശ്രമിച്ചു. മശിഹായുടെ ബെത്ലഹേമ്യ ഉത്ഭവത്തെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ അവരെ സംശയിക്കാനും പ്രേരിപ്പിച്ചു. മീഖ 5-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം, അതുപോലെ 1 ശമൂവേൽ 16-ാം അധ്യായത്തിലൊക്കെ മശിഹ ബേത്ലഹേമിൽ നിന്നാണ് ഉത്ഭവിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. വലിയ ആത്മീക അനുഭവങ്ങൾ ദൈവശാസ്ത്രപരമായ തർക്കങ്ങളിലേക്ക് വഴിവെച്ചു എന്നത് സങ്കടകരമാണ്. യേശുവിനെ അനുഭവിക്കുകയും ആസ്വദിക്കുകയുമാണ് ആവശ്യം. ക്രൂശിക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് ഉയിർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന മശിഹയായി യേശുവിനെ അംഗീകരിക്കുന്ന ഇടങ്ങളിലാണ് പരിശുദ്ധാത്മ അനുഗ്രഹം അനുഭവമാകുന്നത്. അത് വിശ്വസിക്കുന്നവർക്ക് പങ്കാളിത്തമില്ലാത്ത ഒരു യാഥാർത്ഥ്യമായല്ല, കാഴ്ചപ്പാടുകളെയും തീരുമാനങ്ങളെയും സ്വാധീനിക്കുന്ന യാഥാർത്ഥ്യമാകുമ്പോഴാണ് പരിശുദ്ധാത്മദാനം അനുഭവമാകുന്നത്. ഈ പരിശുദ്ധാത്മദാനം അനുഗ്രഹങ്ങളുടെ കൈവഴികളാകാൻ നമ്മെ ശക്തിയുള്ളവരാക്കും. അപ്പോൾ ഈ ഭാഗത്ത് നമ്മെക്കുറിച്ചുള്ള യേശുവിൻ്റെ ദാഹം നമ്മൾ ശരിയായി ഉൾക്കൊള്ളണം. പരിശുദ്ധാത്മദാനത്തിൻ്റെ ഒരു അവരോന്മുഖത നമ്മെ തിരിച്ചറിവുള്ളവരാക്കി തീർക്കുകയും ചെയ്യണം. യേശു തേജസ്കരിക്കപ്പെട്ടതിന് ശേഷമാണ് പരിശുദ്ധാത്മ പകർച്ച ഉണ്ടാകുന്നത്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ക്രൂശിൻ്റെ സഹനത്തിൻ്റെയും പുനരുത്ഥാനത്തിൻ്റെയും ദൈനംദിന ശക്തി അനുഭവിച്ച് പരിശുദ്ധാത്മ വരങ്ങൾക്ക് നമ്മൾ യോഗ്യരാകണം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. കരുണ നിറഞ്ഞ വാഴ്ത്തപ്പെട്ട കർത്താവേ, പുതിയ പ്രഭാതത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ പകൽക്കാല ജീവിതം ഞങ്ങൾക്ക് ദാനമായി നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ ഞങ്ങളുടെ ജീവിതം അനുഗ്രഹത്തിന് നിദാനമാകുവാൻ ഇടയാക്കണമേ. കർത്താവേ, അങ്ങിൽ നിന്ന് പ്രാപിപ്പാൻ, അങ്ങേ അനുഭവിപ്പാൻ, ആസ്വദിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നവരെയും വിവാഹവാർഷികം ആഘോഷിക്കുന്നവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും പുതിയ അനുഭവങ്ങളിലൂടെ നടത്തണമേ. യേശു മശിഹ മൂലം പ്രാർത്ഥന ദയവോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ കരുണയും കാവലും നമ്മോടുകൂടെ ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.